ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന. സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിരാശയിലും പ്രയാസത്തിലും കഴിയുന്ന കാലഘട്ടത്തിലാണ്. എവിടെ നോക്കിയാലും സമാധാനമില്ല, ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല.
മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏത് കുടുംബത്തിൽ നോക്കിയാലും ഒരു സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങൾ, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, വീട്ടിലെല്ലാം ഉണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു യഥാർത്ഥമായ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ലോകത്തിലേക്ക് അയക്കുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ലോകത്തിലേക്ക് അയക്കുന്നു എന്ന് ആമോസ് പ്രവാചകൻ പറഞ്ഞു. അപ്പമുണ്ട്, വെള്ളമുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നാം അനുഭവിക്കുന്ന വേദനയിൽ നിന്നും, നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ നിന്നും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നാം യഹോവയുടെ വചനങ്ങളെ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വചനമാണ് മനുഷ്യന് മാനസാന്തരം കൊടുക്കുന്നത്. വചനമാണ് മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. വചനമാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ജീവൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ഏത് കാര്യങ്ങളിലായാലും നമുക്ക് അവിടെയെല്ലാം നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. യേശുക്രിസ്തു തരുന്ന ഒരു നിത്യസമാധാനം, ഒരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം കഴിയുന്നതും എത്രയും നമ്മൾ വചനം കേൾക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം നീറുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിന് കിട്ടും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവർ, അല്പനേരം ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 19 വരെ. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു, ജനങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാന്ന് പറയുന്നവരുണ്ട്, യിരെമ്യാ പ്രവാചകനാന്ന് പറയുന്നവരുണ്ട്, ഏലിയാവെന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ യേശു ചോദിച്ചു ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഇത്രയും നാളും എൻ്റെ കൂടെ നടന്നവരല്ലേ? എൻ്റെ കൂടെ ചേർന്ന് നടന്ന നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ചാടി പറഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു പ്രിയമുള്ളവരെ. അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയതാണ് പത്രോസിന്. അല്ലെ, പത്രോസിന് സ്വയമായിട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം പത്രോസ് ഒരു എടുത്തിയാട്ടക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. പത്രോസ് എന്ത് കാര്യത്തിനും ചാടി ഉത്തരം പറയുകയും ചാടി സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു പത്രോസ്. പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, നിൻ്റെ വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി കഷ്ടം സഹിക്കാൻ പോവുകയാണ്. ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. ഞാൻ കഷ്ടം സഹിക്കും. അവരെന്നെ ക്രൂശിൽ കൊല്ലും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനൊരു വിഷമം. പത്രോസ് യേശുവിനെ വേർവിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, 16:21 തൊട്ട് 23 വരേക്കും. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവരെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറേ മുമ്പാണ് പത്രോസ് ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത്. നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് ഏറ്റുപറഞ്ഞു. പത്രോസിനെ ദൈവം കൂടുതലായിട്ട് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും കൂടുതൽ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് പറയുന്നത്, സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. കാരണം ഈ യേശുക്രിസ്തു മരിക്കും, ക്രൂശിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞപ്പോൾ പത്രോസിന് അത് സഹിക്കാൻ പറ്റിയില്ല. പത്രോസ് ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കരുത്. എന്നാൽ യേശുക്രിസ്തു വന്നത്
ക്രൂശിൽ മരിക്കാനായിട്ടാണ് ക്രിസ്തു വന്നത്. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീരുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ പത്രോസിന് അത് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചിന്തിക്കുന്നത് ലോകപ്രകാരം ചിന്തിക്കുന്നു, ദൈവമോ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നടത്തുന്നു. ദൈവത്തിൻ്റെ ചിന്തയും മനുഷ്യൻ്റെ ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് മനസ്സിലാവും. അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് അവരനുഭവിക്കുന്നതായ മുന്തിരിത്തോട്ടവും അവരനുഭവിക്കുന്നതായ ഒലിവ് തോട്ടവും അവർ പാർക്കുന്നതായ പട്ടണവും അവർ പണിതുണ്ടാക്കിയതല്ല, അവരൊരിക്കലും അധ്വാനിച്ചതല്ല. ഒരു ജനത്തെ ദൈവം ഓടിച്ചു കളഞ്ഞ് വേറൊരു ജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ ആക്കുകയാണ് ചെയ്തത്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. മനുഷ്യൻ്റെ നീതി എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അതുമായിട്ട് ഒക്കുകയില്ല. കാരണം അവർ ചിന്തിച്ചു നോക്കുമ്പോൾ അവർ പണിത കെട്ടിടങ്ങളല്ല, അവർ പണിത പട്ടണമല്ല, അവർ ചെയ്ത കൃഷിത്തോട്ടമല്ല. അതെന്താ ദൈവം അങ്ങനെ ചിന്തിച്ചതെന്ന്, അങ്ങനെ ചെയ്തെന്ന് ഒരുപക്ഷെ മനുഷ്യൻ ചിന്തിക്കും. അത് മനുഷ്യൻ്റെ നീതിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി നേരെ മറിച്ചാണ്. അതാണ് പത്രോസ് ചിന്തിച്ചത്. കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നിനക്ക് അങ്ങനെ പാടില്ല. കാരണം പത്രോസ് ഈ യേശുക്രിസ്തുവിനെ ഏറെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ്, അതുപോലെ കൂടെയിരിക്കുന്ന ശിഷ്യനാണ്. യേശുക്രിസ്തു എവിടെയെങ്കിലും പോവുകയാണെങ്കിലും പത്രോസിനെയും കൂടെ കൊണ്ടുപോകും. എപ്പോഴും 3 പേരെ കൊണ്ടുപോകുന്നതിൽ അതൊരാൾ പത്രോസായിരിക്കും എപ്പോഴും. പത്രോസ് യേശുവിനോട് അതുപോലെ ചാരി നിന്ന ഒരു ശിഷ്യനാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നീ അങ്ങനെ മരിക്കരുത്, നീ അങ്ങനെ മരിക്കാൻ പാടില്ല, എന്ത് കഷ്ടം വന്നാലും നീ അങ്ങനെ മരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നതെന്ന്. അതാണ് പത്രോസിനോട് അങ്ങനെ യേശു പറയാനുണ്ടായ കാരണം യേശു ക്രിസ്തു മരിക്കാൻ വന്നതാണ് പാപികൾക്ക് വേണ്ടിയിട്ട്. ഈ ലോകത്തിലെ സകലമാന മനുഷ്യനും വേണ്ടിയിട്ട് യേശു ക്രിസ്തു മരിക്കുവാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യൻ അനുഭവിക്കുന്നതായ ഈ പാപ സ്വഭാവത്തിൽ നിന്നും രക്ഷിക്കാൻ വേറെ ഒരു മാർഗമില്ല. പിതാവാം ദൈവം നോക്കിയിട്ട് മനുഷ്യനെ വേറെ ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്ന് അവനെ ക്രൂശിൽ കൊലയ്ക്ക് വേണ്ടിയിട്ട് പിതാവാം ദൈവം വിട്ടുകൊടുത്തത് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ അത് പത്രോസിന് മനസ്സിലായില്ല. ഈ ആഴങ്ങളിലുള്ള കാര്യങ്ങൾ ഒന്നും പത്രോസിന് മനസ്സിലായില്ല. പത്രോസ് ലോകപ്രകാരം ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ, അങ്ങനെ നിനക്ക് സംഭവിക്കരുത്, അങ്ങനെ നിനക്ക് വരരുത്, ഞാൻ എന്നെ സമ്മതിക്കില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. എന്നാലാണ് കർത്താവ് പറയുന്നത്, സാത്താനെ, നീ എന്നെ വിട്ടുപോ. കാരണം ദൈവത്തിനുള്ളതല്ല പത്രോസ് ചിന്തിക്കുന്നത്, പത്രോസ് ലോകപ്രകാരം ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ വേറൊരു ചിന്താഗതി നമുക്ക് ചിന്തിക്കാം. പത്രോസ് ചോദിച്ചു, കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത്. കാരണം പത്രോസിൻ്റെ ചിന്താഗതി ഒരു 7 വട്ടം എന്ന് പറയുമ്പോൾ യേശു എന്നായാലും സമ്മതിക്കും, അതിൽ കൂടുതൽ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് യേശു പറയുമെന്ന് പത്രോസിനൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ യേശു കർത്താവേ, ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? ഒരു മനുഷ്യനോട് വഴക്ക് കൂടിയാൽ, എന്നോട് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? ഒരു 7 വട്ടം ആയാൽ മതിയോ കർത്താവേ എന്ന് ചോദിച്ചു. കർത്താവ് എന്നാ പറഞ്ഞേ? പത്രോസ്, 7 അല്ല, 70 വട്ടം നീ ക്ഷമിക്കണം. ഈ ലോകത്തിൽ നിനക്ക് എത്രമാത്രം ക്ഷമിക്കാൻ പറ്റുന്നോ, എത്രമാത്രം നിനക്ക് വിനയപ്പെടാൻ പറ്റുന്നോ അത്രമാത്രം വിനയപ്പെടണം. അതിരില്ലാത്തതായ ഒരു വിനയം, അതിരില്ലാത്തതായ ഒരു ക്ഷമ പത്രോസ് ഈ ലോകത്തിൽ മനുഷ്യന് വേണം എന്നാണ് പത്രോസിനോട് യേശു പറഞ്ഞത്. പത്രോസ് അതിനകത്ത് മാറ്റിപ്പോയി. പ്രിയമുള്ളവരെ, പത്രോസ് അത്രയും ചിന്തിച്ചില്ല. അത്രമാത്രം അങ്ങനെ ഒരു കടുപ്പിച്ച് ഒരു കാര്യം യേശു പറയുന്നെന്ന് പത്രോസ് ചിന്തിച്ചില്ല. പത്രോസ് എല്ലാം ഈ ലോകപ്രകാരമാണ് ചിന്തിക്കുന്നത്. ആത്മാവിൻ്റെതായ രീതിയിൽ പത്രോസ് ചിന്തിക്കുന്നില്ല. എല്ലാം ലോകപ്രകാരമാണ് ചിന്തിക്കുന്നത്. ഇതിനിടയ്ക്ക് യേശുവിനെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പടയാളികൾ യേശുവിനെ പിടിക്കാനായിട്ട് വന്നു. പത്രോസ് കാര്യം പെട്ടെന്ന് ചാടി പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. പ്രിയപ്പെട്ടവരെ,
പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശുവിനെ ഇങ്ങനെയൊരു പടയാളികൾ വന്ന് പിടിക്കുമെന്നും യേശുവിനെ ഇങ്ങനെ കൊണ്ടുപോകുമെന്നൊന്നും ഒരിക്കലും പത്രോസ് ചിന്തിച്ചില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ അവർ വന്ന് പിടിക്കുന്നു. പത്രോസ് വാളെടുത്ത് ആ മഹാപുരോഹിതൻ്റെ ചെവി അറുത്തു കളഞ്ഞു. പത്രോസിൻ്റെ ആ ജഡപ്രകാരമുള്ള ചിന്തയാണ്. ഒരിക്കലും പത്രോസ് ദൈവത്തിൻ്റെ രീതിയിലല്ല പത്രോസ് ചിന്തിക്കുന്നത്. യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമെന്നും യേശുവിനെ കൊണ്ട് ക്രൂശിക്കുന്നു ഒന്നും പത്രോസിന് ചിന്തയില്ല. യേശു ഇതിനു മുമ്പ് എല്ലാം പറഞ്ഞതാ, എന്നെ പിടിക്കും, എന്നെ യഹൂദന്മാർ ക്രൂശിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും എന്നെല്ലാം പത്രോസിനോട് പറഞ്ഞതാ. പക്ഷേ പത്രോസ് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നും കടന്നു എന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അനേകം ആളുകൾ, കണ്ടമാനം ജനങ്ങൾ പീലാത്തോസിൻ്റെ അരമനയിലുണ്ട്. ഇതിനിടയ്ക്ക് ഈ പത്രോസ് ദൂരവേ നിന്നു എന്നാണ് പറയണേ. ഇത്രയും നേരം യേശുവിനെ അങ്ങനെ സംഭവിക്കരുത്, നിനക്ക് അങ്ങനെ വരികയില്ല എന്നെല്ലാം പറഞ്ഞ പത്രോസ് ഈ യേശുവിനെ അവർ കയ്യേറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് വിട്ടു ഓടി. ഒരിക്കലും പത്രോസിന് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. പക്ഷേ പത്രോസ് ഈ യേശുവിനെ പിടിച്ചു കൊണ്ടുപോയപ്പോഴത്തേനും പത്രോസ് ദൂരവേ നിന്ന് ദൂരെ വിട്ടുപോയി. യേശുവിനെ അവരുടെ കൂടെ നിൽക്കാൻ പത്രോസിന് സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഇങ്ങനൊരു അവസരം വന്ന് യേശുവിനെ അവർ പരിഹസിക്കുകയും അവർ മോശമായി സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ പത്രോസ് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ അന്നേരം അവിടെ ഒരാൾ പത്രോസിനോട് ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂടെ ഇരുന്നാണ് പത്രോസ്, അവർ തീ കത്തിച്ച് കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ പത്രോസും പോയിരുന്നു. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം പത്രോസ് അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് വായിക്കാം. അവർ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത്, പരിഹസിക്കുന്ന സമയത്ത് പത്രോസ് അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഈ യേശുവിനെ തള്ളി പറയാനുണ്ടായതിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരിക്കലും പത്രോസിന് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് പത്രോസ് ചെയ്തത്. യേശുക്രിസ്തുവിനെ പിടിച്ച് അവർ കൊണ്ടുപോയി അവരടിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഈ പത്രോസ് മാറിയിരുന്ന് കരയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട പത്രോസ് അന്യ സ്ത്രീകളോടും അന്യ പുരുഷന്മാരുടെയും കൂടെ ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, യഹൂദൻ എന്ന് പറയുന്നത് തനിച്ചു പാർക്കുന്ന ജനമാണ്. അവർ ജാതികളോട് ഇടകലരാത്തവരാണ്. അവർ ജാതികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് യഹൂദൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യന് പറ്റുന്നതായ ആത്മീയ രംഗത്ത് ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നൊരു കാര്യം, അവൻ ഒരു ക്രിസ്ത്യാനി, ഒരു യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരോട് കൂടെ ഇടകലർന്ന് അവരുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആത്മീയ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പത്രോസിനെ പോലെ നമ്മളും യേശുവിനെ തള്ളിപ്പറയും. ജീവിതത്തിൽ അനേകരുടെ പരാജയത്തിന് കാരണം, അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുകയും വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. വചനം കേട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വചനം കേട്ട് അടുത്ത ആഴ്ച വചനം കേൾക്കാൻ പോകുന്നതിന് ഇടയ്ക്ക് തന്നെ ഈ അനേകരുമായിട്ടുള്ള ബന്ധങ്ങൾ, അനേകരുമായിട്ടുള്ള സംസാരങ്ങൾ, അനേകരുമായിട്ടുള്ള ഇടപെടലിൽ കൂടി നമുക്ക് കിട്ടുന്നതായ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് മാറിപ്പോവുക പ്രിയമുള്ളവർ ചെയ്യുന്നത്. കാരണം ദൈവത്തിന് അനുയോജ്യമായുള്ള സംസാരങ്ങൾ, ദൈവത്തിന് ഇഷ്ടമായുള്ള പ്രവൃത്തികളൊന്നും ഇവരിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ജാതികളുടെ സംസാരവും ജാതികളുടെ കൂടെ ജീവിക്കുകയും ജാതികളുടെ ഒരുവനെ പോലെ നാം ജീവിച്ചു തരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്നും വിട്ടുപോകും. ഒരിക്കലും നമുക്കൊരു ആത്മീയ ജീവിതം, ഒരു പാപം നിറഞ്ഞ ജീവിതം, പാപത്തെ വിട്ട് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനം അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോട് ഇടകലരാത്തവർ. അതുപോലെ അത് ജാതികളോട് ഇടകലർന്നത് നമുക്കറിയാം. അവർ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് പറ്റിയതറിയാം. അവർ ജാതികളോട് ഇടകലർന്ന് പോയ സമയത്താണ് ബാധ വന്ന് 25,000 പേരോളം നഷ്ടപ്പെട്ടത്. ജാതികളോട് ഇടകലർന്ന് ആ ജീവിതം നയിച്ച് അവർ ആ ജാതികളുടെ ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് വിവാഹം കഴിച്ച് അവർ ദേവന്മാർക്ക് ധൂപം കാട്ടി അങ്ങനെ ജീവിച്ചതിൻ്റെ പേരിലാണ് 25,000 പേരോളം നഷ്ടപ്പെട്ടു പോയി പ്രിയമുള്ളവരെ. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാം തനിച്ചു പാർക്കുന്ന ഒരു ജനമായിരിക്കണം. ഈ എന്നിടത്തുകൊണ്ട് എല്ലാവരെയും വിട്ട് നമുക്ക് സന്യാസി ജീവിതം നയിക്കാനല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എപ്പോഴും എന്നിലൊരു ക്രിസ്തു ഉണ്ടെന്നും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണെന്നും
നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ജീവിതത്തിൽ മറ്റൊരുത്തനോട് സംസാരിക്കുമ്പോഴും മറ്റൊരു വ്യക്തിയായിട്ട് ഇടപെടുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലുണ്ട്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എനിക്കങ്ങനെ സംസാരിക്കാൻ പാടില്ല, എനിക്കങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ബോധ്യം വേണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആത്മീയത്തിൽ നിന്നും ഈ കടലിലെ തിരമാല മാതിരിയായിരിക്കും, കയറി വരും ഇറങ്ങിപ്പോവും, കയറി വരും ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരു നിലനിൽക്കുന്ന ആത്മീയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കുറച്ചു നേരം കഴിയുമ്പോഴാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 69-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. ഞാൻ അറിയല, ഈ മനുഷ്യനെ ഞാൻ അറിയല എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നും എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. പത്രോസ് അന്യജാതിക്കാരോടുകൂടി തീ ഇരുന്നുകൊണ്ട് എന്തുണ്ടായി? സ്വന്തം അരുമനാഥനായ യേശുവിനെ 3.5 വർഷം കൂടെ നടന്ന് കർത്താവിനോട് കൂടെ ഭക്ഷിക്കുകയും കർത്താവ് ചെയ്യുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും എല്ലാം ചെയ്ത് യേശുവിനോട് ചേർന്ന് നടന്നതായ ആ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ഞാൻ ഇവനെ അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല, എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ അറിയുന്നില്ലെന്ന് ഈ പത്രോസ് തള്ളി പറഞ്ഞു. യേശു പറഞ്ഞു, പത്രോസെ, നീ എന്നെ തള്ളി പറയുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷെ പത്രോസ് അതൊക്കെ വിട്ടുപോയി, ജീവിതത്തിൽ നിന്നും വിട്ടുപോയി. അങ്ങനെ ഒരു വചനം യേശു എനിക്ക് തന്നതാണെന്നോ അല്ലെ യേശു ഞാനിങ്ങനെ തള്ളി പറയുമെന്ന് പറഞ്ഞതാണെന്നോ ഒക്കെ പത്രോസ് വിട്ടുപോയി. കാരണം അവൻ അരുതാത്ത സ്ഥലത്തിരിക്കുകയും അന്യജാതിക്കാരോട് കൂടി തീ കായുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് വന്ന് കാര്യത്തിൽ മറിയയ്ക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പത്രോസിനോട് പറഞ്ഞേരം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും പത്രോസിനെ തള്ളി പറഞ്ഞുവെങ്കിലും ഉപേക്ഷിച്ചുവെങ്കിലും മാറി നിന്നുവെങ്കിലും ഒറ്റപ്പെട്ടുവെങ്കിലും ഈ പത്രോസിനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. പ്രിയമുള്ളവരെ, പത്രോസിനെ യേശു ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറയാൻ കാരണം, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, ഒരു ഹാസ്യ നടൻ. ആ ചാർലി ചാപ്ലിൻ ഹാസ്യ നടനായി തീർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം തൻ്റെ അമ്മ മാനസികരോഗിയായിരുന്നു. ആ മാനസികരോഗിയായ അമ്മേനെ ഈ ചാർലി ചാപ്ലിൻ എപ്പോഴും ചേർത്ത് പിടിച്ച് എപ്പോഴും അമ്മേനെ കൊണ്ട് നടക്കും. അന്നേരം അമ്മ ചിലപ്പോൾ പൊട്ടിക്കരയും, ചാർലി ചാപ്ലിനും പൊട്ടിക്കരയും. അമ്മ ചിലപ്പോൾ ചിരിച്ച് അട്ടഹസിക്കും, ചാർലി ചാപ്ലിനും കൂടെ ചിരിച്ച് അട്ടഹസിക്കും. അമ്മ ചിലപ്പോൾ മുടി വലിച്ചു പറിക്കും, ചാർലി ചാപ്ലിനും അങ്ങനെ തന്നെ ചെയ്തു. അമ്മേനെ ചേർത്ത് പിടിച്ച് ചാർലി ചാപ്ലിൻ കൊണ്ടു നടന്നു. അങ്ങനെയാണ് ഈ ചാർലി ചാപ്ലിൻ ഹാസ്യ നടനായി തീർന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കുന്നതായ ഒരു അനുഭവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും വേണം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഈ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ചേർത്ത് പിടിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അറിഞ്ഞു, പ്രത്യക്ഷമായി എല്ലാം കണ്ടതിന് ശേഷവും പത്രോസ് വീണ്ടും മറ്റുള്ള ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പത്രോസ് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിപ്പോയി. പത്രോസ് മാത്രമല്ല, തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയത്തിൽ വരുന്നതായ കുറവുകളാണ്. ഒരിക്കലും പത്രോസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ പത്രോസ്, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് വീണ്ടും പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. അവൾ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമത് അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം ഈ പത്രോസ്
യേശുവിനെ തള്ളി പറഞ്ഞു. ഞാൻ അവനെ അറിയുന്നില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ നല്ലവനായ ദൈവം, ഈ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്ന് പത്രോസിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്തത്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം തിരിച്ചു പറയിപ്പിച്ചു. യേശുവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ, എൻ്റെ ഹൃദയം നീ അറിയുന്നല്ലോ കർത്താവേ എന്ന് ഈ പത്രോസ് യേശുവിൻ്റെ സന്നിധിയിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം എത്ര തള്ളിക്കളഞ്ഞാലും, നാം എത്ര യേശുവിനെ ഇട്ടുപോയാലും അവൻ നമ്മളെ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, അവൻ നമ്മളെ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല, നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ വേദനകളിലും അവൻ നമ്മളോട് പറയല, നിന്നെ എനിക്ക് വേണ്ട, നീ പാപം ചെയ്തവനല്ലേ, നീ എന്നെ വേദനിപ്പിച്ചവനല്ലേ. യേശു ഒരിക്കലും പറയല. പ്രിയമുള്ളവരെ, അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അവൻ്റെ ക്രൂശിൽ ആശ്രയിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാലത്തും അവൻ നമ്മളെ വഴിയിലിട്ടേച്ച് പോകുകയില്ല. അവൻ നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മുടെ വേദനയിൽ കൂടെയിരിക്കും, നമ്മുടെ രോഗത്തിൽ അവൻ നമ്മളോട് കൂടെയിരിക്കും. സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ്റെ സമാധാനം അവൻ നമുക്ക് തരും. നമ്മുടെ കുടുംബത്തെ അവൻ കാത്തു പരിപാലിക്കും, അവൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കും. പ്രിയമുള്ളവരെ, ഇത്രമാത്രം എടുത്തുചാട്ടക്കാരനായ പത്രോസ്, കർത്താവായ യേശുക്രിസ്തു അവനെ വീണ്ടും ചേർത്ത് പിടിച്ചു, വീണ്ടും സുവിശേഷം പത്രോസിനെ പരമേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പെന്തിക്കോസ് പെരുന്നാളിൽ, സിയോൻ മാളിയിൽ പെന്തിക്കോസ് പെരുന്നാളിൽ ഇരിക്കുന്ന സമയത്ത് അവരിരുന്ന് 120 പേരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസിനോട് 11 പേരോടുകൂടി പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം നടത്തിയപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു എടുത്തുചാട്ടക്കാരനായ പത്രോസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിൽ വന്നപ്പോൾ, പെന്തിക്കോസ് പെരുന്നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, പത്രോസിൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവർ, ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മാറും, മനുഷ്യൻ്റെ സ്വഭാവം മാറും, മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറും, മനുഷ്യൻ്റെ പ്രകൃതം മാറും. പ്രിയമുള്ളവർ, അതിന് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം. പത്രോസിനെ സ്നേഹിച്ച ദൈവം, പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയ ദൈവം നമ്മളെയും രൂപാന്തരപ്പെടുത്തും. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം.